മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ച തങ്കയങ്കി 6:30യോടെയാണ് സന്നിധാനത്തെത്തിയത്. നാളെയാണ് മണ്ഡലപൂജ. വൈകുന്നേരം 6:30യോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര 18ാം പടി കടന്ന് തിരുനടയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉൾപ്പെടെയുള്ള മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസിലെ ഉന്നതർ, അങ്ങനെ എല്ലാവരും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ തങ്കയങ്കി കൊണ്ടുപോവുകയും തുടർന്ന് തങ്കയങ്കി ചാർത്തുകയും അതിന് പിന്നാലെ ദീപാരാധന നടക്കുകയും ചെയ്തു. നിരവധി ഭക്തരാണ് ദീപാരാധന കഴിഞ്ഞ് തങ്കയങ്കിയിൽ വിഭൂഷിതനായിരിക്കുന്ന അയ്യപ്പനെ കാണാനായി ശബരിമല സന്നിധാനത്തെത്തിയത്. വൈകുന്നേരം ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് പമ്പയിൽ നിന്ന് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിച്ചത്. 5:30യോടുകൂടി ശരംകുത്തിയിൽ ആചാരപരമായ സ്വീകരണം നൽകി. ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ, തന്ത്രി മാലയിട്ട് അനുഗ്രഹിച്ചയച്ച പ്രതിനിധികളാണ് തങ്കയങ്കി ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് വരവേറ്റത്. 23-ാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തിയ ശേഷം തുടർന്ന് മകരവിളക്കിന് തിരുവാഭരണം ഏന്തി വരുന്ന പന്തളത്തെ തിരുവാഭരണ പേടക സംഘമാണ് ശബരിമലയിലേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര ചുമന്നുകൊണ്ട് തലച്ചുമടായി എത്തിയത്. എന്തായാലും വലിയ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറിയിരിക്കുന്നത്. എന്തായാലും നാളെയാണ് മകര സംക്രമ പൂജ. രാവിലെ 10:10-നും 11:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ നടക്കുക. ഇതിനുശേഷം നാളെ രാത്രി 11 മണിയോടെ ക്ഷേത്ര നട ഹരിവരാസനം പാടി അടയ്ക്കും. പിന്നീട് 30-ന് വൈകുന്നേരം 5 മണിക്കായിരിക്കും ക്ഷേത്രം വീണ്ടും മകരവിളക്ക് ഉത്സവത്തിനായി തുറക്കുക.